ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 226 പാൽ നമുക്ക് വേണ്ട. ഭാഗം 226 പാൽ നമുക്ക് വേണ്ട ഇവിടെ ആരംഭിക്കുന്നു. ഗുരുദേവൻ ശിവഗിരിയിലെത്തിയ കാലം മുതൽ ഗുരുവിൻ്റെ ഒരു ഭക്തനായി തീർന്നയാളാണ് മണ്ണാൻ വിളാകത്ത് മാധേവൻ. നല്ലൊരു കർഷകനായിരുന്ന മാധേവനെ ഗുരുദേവനും വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം പറമ്പിൽ നിന്ന് ചേമ്പ് വിളവെടുത്ത് മാധേവൻ അതിൽ നിന്ന് നല്ല കിഴങ്ങ് നോക്കിയെടുത്ത് ഭാര്യയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഈ കിഴങ്ങ് കഴുകിയെടുത്ത് വേഗം പുഴുങ്ങി വെക്കണം. പാല് കറന്നെടുത്ത് അതും കാച്ചി ചൂടോടെ വെക്കണം, ഗുരുസ്വാമിക്ക് കൊടുക്കാനാണ്. എന്നിട്ട് മാധേവൻ കുളിക്കുന്നതിനായി രായരുടെ ഓവിലേക്ക് പോയി. മാധേവൻ കുളിച്ചു വരുമ്പോഴേക്കും എല്ലാം തയ്യാറാക്കി വെക്കണമെന്ന് കരുതി ഭാര്യ ആദ്യം ചേമ്പ് പുഴുങ്ങി ഒരു ഇലയിൽ വെച്ചു. അതിനുശേഷം പശുവിനെ കറന്നുകൊണ്ടുവന്ന പാൽ തിളപ്പിക്കുവാൻ അടുപ്പിൽ വെച്ചു. അവർക്ക് വെറ്റില സ്ഥിരമായി മുറുക്കുന്ന ശീലമുണ്ടായിരുന്നു. ആ പാൽ തിളപ്പിക്കുമ്പോഴും അവരുടെ വായിൽ വെറ്റില ഉണ്ടായിരുന്നു. അവർക്ക് അതിനിടയിൽ പെട്ടെന്നൊരു ചുമ വന്നു. വെറ്റിലത്തുപ്പൽ 4 പാടേക്കും തെറിച്ചു വീണു. അത് പാലിൽ വീണിട്ടുണ്ടോ എന്ന് പരിഭ്രമത്തോടെ അവർ നോക്കി. വേറെ പാൽ ഇല്ലാതിരുന്നതിനാൽ തിളപ്പിച്ചെടുത്ത ആ പാൽ തന്നെ ഒരു പിത്തള മൊന്തയിൽ ചൂടോടെ പകർന്നു വെച്ചു. അപ്പോഴേക്കും മാധേവൻ കുളിയും കഴിഞ്ഞ് വന്നിരുന്നു. ചേമ്പും പാലും എടുത്ത് അയാൾ കുന്നുകയറി വൈദിക മഠത്തിലെത്തി. ഗുരുദേവന്റെ മുന്നിൽ അത് വെച്ചിട്ട് അവിടെ തൊഴുതു മാറി നിന്നു. ഇടയ്ക്കിടെ മാധേവൻ ഈ വിധം മരച്ചീനിയോ ചേനയോ ചേമ്പോ കാച്ചിലോ ഒക്കെ പുഴുങ്ങി പാലുമായി ഗുരുദേവന് കൊണ്ടുകൊടുക്കുക പതിവുണ്ടായിരുന്നു. ഗുരുദേവൻ ഇലയിലിരുന്ന ചേമ്പുടച്ചു തിന്നു. അപ്പോൾ മാധേവൻ പിത്തളമൊന്തയിലിരുന്ന പാൽ ഗുരുദേവന്റെ അടുത്തേക്ക് നീക്കിവെച്ചു. മാധേവൻ ഇപ്പോൾ കറന്നെടുത്ത് തിളപ്പിച്ചതാണ്. ഗുരുദേവൻ, പാൽ നമുക്ക് വേണ്ട. ഞാൻ കൊണ്ടുവരുന്ന പാൽ തൃപ്പാദങ്ങൾ മുൻപ് കുടിക്കാതിരുന്നില്ലല്ലോ. മാധേവൻ ആശങ്കപ്പെട്ടു. ഗുരുദേവൻ, ഒരു കാര്യം പറഞ്ഞാൽ നീ വീട്ടിൽ ചെന്ന് ഭാര്യയെ തല്ലുമോ? മാധേവൻ, തല്ലുകയില്ല. ഗുരുദേവൻ, ഈ പാലിൽ വെറ്റിലത്തുപ്പൽ കലർന്നിട്ടുണ്ട്. അത് കേട്ടപ്പോൾ മാധേവന് വലിയ വിഷമമുണ്ടായി. അയാൾ വേഗം വീട്ടിലെത്തി ഭാര്യയോട് കാര്യം അന്വേഷിച്ചു. പെട്ടെന്ന് വന്നുപോയ ചുമയിൽ അറിയാതെ വീണുപോയതാകാമെന്ന് അവർ സങ്കടത്തോടെ പറഞ്ഞു. മാധേവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ഭാര്യയെ തല്ലുവാനായി കൈപൊക്കി. അപ്പോൾ ഗുരുവിന് കൊടുത്ത വാക്ക് മാധേവന്റെ ഓർമ്മയിലെത്തി. അതോടെ അയാൾ കൈകൾ താഴ്ത്തിയിട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, നിന്നെ അടിക്കില്ലെന്ന് തൃപ്പാദങ്ങൾക്ക് വാക്ക് കൊടുത്തുപോയി. ഇവിടുത്തെ അടുക്കളയിൽ നടന്നത് എങ്ങനെ ഗുരുദേവൻ അറിഞ്ഞു എന്ന് ചിന്തിച്ച് അവരിരുവരും പിന്നീട് അത്ഭുതപ്പെട്ടു. ശിരസു നമിച്ചു ഞാൻ തൊഴുന്നേൻ പാവന ശിവഗിരി ചൂടിയ പാദങ്ങൾ, ശിവഗിരി ചൂടിയ പാദങ്ങൾ. ശ്രുതജനമാനസ പത്മവിഹാര ശ്രീനാരായണ ഗുരുദേവ, ശ്രീനാരായണ ഗുരുദേവ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 226 പാൽ നമുക്ക് വേണ്ട ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.